ഗവൺമെന്റ് കോളേജിൽ സുവർണ ജൂബിലി സമ്മേളനവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടന്നു. ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വളരെ ഗംഭീരത്തോടുകൂടി അല്ലെങ്കിൽ വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന കോളേജാണ് നമ്മുടെ ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്. നമ്മുടെ എല്ലാ വിദ്യാഭ്യാസം നന്നായി കൊണ്ടുപോകാൻ നമ്മുടെ ഈ കലാലയത്തിന്റെ അന്തരീക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ള ഒട്ടേറെ തെളിവുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ എന്തിലേക്കാണോ നയിക്കുന്നത് അതിന്റെ പൂർണ്ണത കൈവരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന മക്കൾക്കാകുന്നില്ല എന്നുള്ള ഒരു വിഷമത ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കേണ്ടതിന്റെ ആവശ്യകത ഓർത്തപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലായത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ജീവിതം തന്നെ ഒരു ലഹരിയാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗീതം ഒരു ലഹരിയാക്കാൻ, അല്ലെങ്കിൽ പഠനം ഒരു ലഹരിയാക്കാൻ, അല്ലെങ്കിൽ കളികൾ ഒരു ലഹരിയാക്കാൻ, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സേവനങ്ങൾ ലഹരിയാക്കാൻ നമുക്കാകണം എന്നുള്ളത് നമ്മുടെ മക്കൾ ഓർക്കണം. ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ജീവിതം വളരെ മെച്ചപ്പെട്ടുവെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ കാലിടറുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ഏറ്റവും ആധുനികമായ രീതിയിൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീട് നമ്മൾ വയ്ക്കുമ്പോൾ ആ വീട്ടിനകത്ത് 1-2 മക്കൾ കാണും. പക്ഷെ മക്കൾ അപ്പോഴേ റിസർവ് ചെയ്തിരിക്കുകയാണ്, ഇത് എൻ്റെ മുറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്, ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അങ്ങനെ ഓരോരുത്തരും സ്വന്തമായിട്ട് ഓരോ മുറിയിൽ കഥകടച്ച് പഠിക്കാനിരിക്കുന്ന ഒരു സന്ദർഭം ഈ കാലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഒരു കുഞ്ഞു വീട്, ആ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹം മാത്രം നമുക്ക് കിട്ടുന്ന ഒരു സന്ദർഭം, എല്ലാവർക്കും 1-2 മുറികളിലായി ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന സൗകര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ, സാഹചര്യങ്ങൾ മാറിയപ്പോൾ, അല്ലെങ്കിൽ ആധാര ജീവിതം മുന്നോട്ട് പോയപ്പോൾ ഒട്ടേറെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള സംവിധാനത്തിലേക്ക് മാറുകയാണ് നമ്മുടെ സൗഹൃദം എന്ന് പറയുന്നത്. കോളേജ് യൂണിയനും നൊസ്റ്റാൾജിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആദിത്യൻ അധ്യക്ഷനായി. ചടങ്ങിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. സമൂഹത്തിന്റെയും ആരോഗ്യകരമായ നിലനിൽപ്പിനും പുരോഗതിക്കും ഭീഷണിയാണ്. അത് സൃഷ്ടിക്കുന്ന ശാരീരികവും മാനസികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഞാൻ പൂർണ്ണ ബോധവാനാണ്. സിനിമാ താരങ്ങളായ അഖിൽ കവളിയൂരും സന്തോഷ് ജി നായരും വിശിഷ്ടാതിഥികളായി. കോളേജൊക്കെ ഒന്ന് ഉണരണം, പൂവല് കയ്യിൽ എല്ലാം വേണം. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് കോളേജിൽ യാതൊരു ഭീതിയുമില്ല. ഞാൻ വെച്ച കോളേജൊക്കെ നന്നായാൽ ഓക്കെ. 2002-2005 ഞാൻ നിങ്ങളെ പോലെ ഈ കോളേജിൽ BA ഹിസ്റ്ററി പഠിച്ച് 2005 പാസ് ഔട്ടായ ഒരാളാണ്. അന്ന് ഈ കോളേജ് ഓഡിറ്റോറിയം ഇങ്ങനെയല്ല, കാരണം ബെഞ്ചിലാണ് നിൽക്കുന്നത്. ഈ ഫ്രണ്ടിൽ താഴെ വരെ കാണും. ഏത് ഫംഗ്ഷൻ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ വേഗത്തിലായിട്ട് ഞാൻ അവിടെ ഓരോ എൻട്രി വരും. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത്. ആറ്റിങ്ങൽ കോളേജ് എൻ്റെ ജീവിതത്തിലും അല്ലെങ്കിൽ എൻ്റെ കഴിവിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ കോളേജിൽ നിന്നാണ് വളരെ ഒരുപാട് സുഹൃത്തുക്കളായാലും അധ്യാപകരായാലും ഇപ്പോഴും കോണ്ടാക്റ്റുള്ള അധ്യാപകരെ അറിയുന്നുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. സൗഹൃദം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അതിന് ഫീല് മനസ്സിലാവും. കാരണം നിങ്ങൾ +2 കഴിഞ്ഞിട്ട് എല്ലാവരും ഡിഗ്രി ഇപ്പം ഒരു കോളേജിൽ വന്ന് ചേർന്നതേ ഉള്ളൂ. കോളേജ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം പണ്ട് പറഞ്ഞതുപോലെ നമുക്ക് എന്തായി തീരണം എന്ന് നമുക്കൊരു പ്ലാനുണ്ടെങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ലൈഫ് സുഖമായിരിക്കും. നമുക്കെന്താണ് സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകാം. ഞാൻ 2001 കാലഘട്ടത്തിലാണ് പഠിച്ചത്. ഒരുപക്ഷെ പ്രീ-ഡിഗ്രി ഫുൾ ബാച്ചോട് കൂടിയ അവസാനത്തെ ബാച്ചാണ് ഞങ്ങളുടെ. എന്നോടൊപ്പം പഠിച്ചിട്ടുള്ള പ്രിൻസിലാജ്, ഷിബു, മുകേഷ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എങ്കിലും ഫുൾ സ്ട്രെങ്തോട് കൂടിയ അവസാനത്തെ പ്രീ-ഡിഗ്രി ബാച്ച് 96-98 ആയിരുന്നു. അതിനുശേഷം പിന്നെ ഡിഗ്രി പഠിച്ചു. പിന്നെ നാടക പ്രവർത്തനങ്ങളുമായിട്ട് കുറേ നാൾ മുന്നോട്ട് പോയത്. ഇപ്പം ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു സിനിമ നടൻ എന്ന രീതിയിൽ ഒരു
വളരെ വളരെ ഉയരങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു നാടക പ്രവർത്തകരാണ്. പക്ഷേ ഞാൻ അഭിനയിച്ച സിനിമകൾ എത്രത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല. വളരെ കുറച്ച് സിനിമകളിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. മലയാളത്തിൽ വിദ്യാഭ്യാസം ലാസ്റ്റ് ഇറങ്ങിയ ഒരു സീരീസിൽ ലവ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു സീരീസിൽ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ചുരുക്കം സിനിമകളിൽ എന്നാൽ നാടകങ്ങൾ കൂടുതൽ നാടകങ്ങൾ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തുടക്കം ഈ കോളേജിൽ നിന്നായിരുന്നു. ഒരു പക്ഷേ എന്നോടൊപ്പം നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള വിജയൻ സാർ, വിജയൻ ഇപ്പോൾ കോളേജ് അധ്യാപകനാണ്. ഞങ്ങളെല്ലാം ഇവിടെ ആറ്റിങ്ങിൽ MS സതീഷ് എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തകരുടെ സംവിധാനത്തിൽ പഠിക്കുമ്പോൾ മലയാളി എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലാ നാടകങ്ങളുടെ തുടക്കം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ്, നൊസ്റ്റാൾജിയ സെക്രട്ടറി പ്രവീൺ ചന്ദ്ര, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ S. സുനിൽ, ഡോക്ടർ NV സുനിൽ രാജ്, ഡോക്ടർ LS പ്രമോദ്, ഡോക്ടർ ജൂബിലി, വിജയ് വിമൽ, നന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ് 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി-ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം 6 വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarursanitary@gmail.com. Sarur Sanitary, ആറ്റിങ്ങൽ.